ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രാത്രി 9 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന OTT അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ശരിക്കും പറയാവുന്ന ഒരു OTT റിലീസ് പൂരം തന്നെയായിരുന്നു. 12ഓളം റിലീസുകളാണ് ഇന്ന് ഒരു ദിവസം റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാളം കോമഡി മൂവിയാണ്. രഘു 32 ഇഞ്ച് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മലയാള സിനിമ കൂടിയുണ്ട്. കലക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ യൂട്യൂബിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മലയാളം ഡ്രാമ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലവ് ഡെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സ് അതുപോലെ തന്നെ യൂട്യൂബിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു മലയാളം സിനിമ തന്നെയാണ്. നമ്മുടെ സിദ്ധാർത്ഥ ഭരതനും ഉണ്ണിലാലു വിജയരാഘവ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പറന്ന് 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 ചെല്ല എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതും ഒരു മലയാള സിനിമ തന്നെയാണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ഉർവശിയും മുകേഷും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അയ്യർ ഇൻ അറേബ്യ എന്നാണ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കാ മു കാ പി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ഹായ് ജുനൂൻ ഡ്രീം ഡയർ ഡോമിനേറ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഹിന്ദി ഭാഷ കൂടാതെ കന്നഡ, മലയാളം, തെലുങ്കു, തമിഴ് ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ദ ഡോർ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് മനമേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ ആമസോൺ പ്രൈമിൽ ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു. ഇപ്പൊ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആഹാ തമിഴ് വഴി ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്, ഒരു കൊറിയൻ സീരീസ് ആണ്. ഒരു മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. ഡിയർ ഹോഗ്രാഗ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹോഗ്രാഗ്, ഡിയർ ഹോഗ്രാഗ്. ഈ ഒരു സീരീസ് കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ഈ ഒരു നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ് നേസിപ്പായ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ് ചൗര്യ പാദം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്തായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ സീരീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. മെയ് മാസം 16-ാം തീയതിയാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തായിട്ടുള്ള സിനിമകളും സീരീസുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു റിലീസ് പൂരം തന്നെയായിരുന്നു. മലയാള സിനിമകളുണ്ട്, തമിഴ് സിനിമകളുണ്ട്. ഓക്കെ, അപ്പം മലയാളം ഡബ്ഡ് മൂവീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾ ഏതാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് സൈജു കുറുപ്പ്, അർജുൻ അശോക് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു അഭിലാഷ് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു സിനിമയാണ്. നമ്മുടെ എമ്പുരാന്റെ കൂടെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സിനിമ മെയ് മാസം 23-ാം തീയതി OTT റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അതുകൂടാതെ ഒരു തെലുങ്ക് സിനിമയുടെ അപ്ഡേറ്റ് കൂടിയുണ്ട്. നമ്മുടെ നാനി അതുപോലെ തന്നെ ശ്രീനിധി ഷെട്ടി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഹിറ്റ് 3 എന്ന് പറഞ്ഞ സിനിമ ഒരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. എപ്പോൾ റിലീസ് ചെയ്ത് നോക്കിയാൽ ജൂൺ മാസം 5-ാം തീയതി റിലീസ് ചെയ്യുന്ന ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്ന ഒരു സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.